in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2026 ജൂൺ മാസം 7-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കേണ്ടത്? പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കേണ്ടത്. അതിനുവേണ്ടി അനുഗ്രഹിക്കപ്പെട്ട 3 ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കേണ്ടത് മനുഷ്യന് വഴി തെറ്റും, ദൈവത്തിന് വഴി തെറ്റത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നാം ചിന്തിച്ചുകൊണ്ട് പല വഴികളും തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ പിന്നത്തതിൽ വലിയൊരു അബദ്ധമായി അല്ലെങ്കിൽ വലിയ തടസ്സമായി തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ചിലവർ വിവാഹ ജീവിതം ശ്രദ്ധിച്ച് നോക്കി, പുറമേ ഉള്ളതെല്ലാം നോക്കി, സൗന്ദര്യം നോക്കി, പണം നോക്കി, എല്ലാ കാര്യങ്ങളും പുറമേ നോക്കി തിരഞ്ഞെടുത്ത് അവസാനം 1 മാസം പോലും ആ കുടുംബജീവിതം മുമ്പോട്ട് പോകാതെ വലിയ തകർച്ചയിൽ തീരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആയതിനാൽ എന്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കണമെന്നുള്ള ചിന്തയിൽ ആദ്യത്തെ ചിന്ത, മനുഷ്യന് വഴി തെറ്റാം. രണ്ടാമത്തത്, മനുഷ്യൻ കുറിച്ചു വെച്ചിരിക്കുന്ന സമയം മനുഷ്യന് തെറ്റാം. മൂന്നാമത്തത്, മനുഷ്യന്റെ കണക്കൂട്ടലുകൾ മനുഷ്യന് തെറ്റാം. ദൈവത്തിന്റെ സമയം കൃത്യമാണ്, ദൈവത്തിന്റെ കണക്കൂട്ടൽ കൃത്യമാണ്. ഈ 3 ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ചിന്തിക്കുന്നു, മനുഷ്യന് വഴി തെറ്റാം, ദൈവത്തിന്റെ വഴി കൃത്യമാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാരംഭ വാക്യത്തിലേക്ക് വരികയാണ്. സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഉണരുത്. 6-ാമത്തെ വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ ആശ്രയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കണം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ നമ്മോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അടുത്ത പദം 6-ാമത്തെ വാക്യം പറയാണ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. വിശുദ്ധ ബൈബിൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു നമ്മോട് പറയാണ്, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അതേ നിലയിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം മറ്റൊരു ഭാഗത്ത് 10-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്നവരെ, വഴിയും സത്യവും ജീവനുമായവൻ, സാക്ഷാൽ വാതിലായവൻ ഇതാ എന്നോട് നിന്നോട് സംസാരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ആശ്രയിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, എങ്ങനെയാ ബസ്സേ ഞങ്ങൾക്ക് ഈ വഴി വെളിപ്പെടുന്നത്? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തെ ആശ്രയിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിലും ആശ്രയിക്കുവാൻ തയ്യാറാകുക. കാരണം 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അതേ നിലയിൽ തന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചൊന്നുമില്ല. വചനത്തിന് വേണ്ടി നിൽക്കുന്ന, വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിൽ തിരിച്ചറിയുക, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ നിന്റെ മുമ്പിൽ തുറക്കും. അപ്പോൾ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ആദ്യത്തെ ചിന്ത, മനുഷ്യന് വഴിതെറ്റാം, ദൈവത്തിന് വഴിതെറ്റത്തില്ല. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ പാതകളെ നേരെയാക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മോശയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മോശ 40 വർഷം അമ്മായിയപ്പൻ്റെ ആടുകളുമായി
മരുഭൂമിയിലെ എല്ലാ വഴിയിലും സഞ്ചരിച്ചവനാണ്. എന്നാൽ മോശ ദൈവത്തോട് പറയാണ്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. നമുക്കൊരുമിച്ച് ആ വാക്യത്തിൻ്റെ ആരംഭത്തിലേക്കൊന്ന് പോകാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. മോശ ദൈവത്തോട് പറയാണ്, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. എത്ര പേർ വാസമായിട്ടും ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് നീ എന്നെ വഴി നടത്തണമേ. കാരണം എന്തെന്ന് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയാണ്, 32-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, എന്നെ നടക്കേണ്ട വഴി എനിക്ക് പറഞ്ഞു തരുന്ന, എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരുന്ന ആ വലിയവനായ ദൈവത്തെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആശ്രയിക്കുവാനായിട്ട്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടെ ഒരാഴം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തനം 48-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുകയാണ്, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വഴിയിൽ അവൻ ഉപേക്ഷിക്കത്തില്ല. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്നവൻ, അവൻ എന്നേക്കും വഴി നടത്തുന്നവൻ, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്നാണ് പറയുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയാമെങ്കിൽ പറ, എൻ്റെ ദൈവം കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ദൈവം വഴി നടത്തുമെന്നുള്ള ഉറപ്പിൽ ഒരു വലിയ പ്രോമിസ് വേർഡ് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ പ്രോമിസ് വേർഡ് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്ന് നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറ പോലെയും ആകും. ഇന്നു മുതൽ ഈ വചനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്താൻ പോവുകയാണ്. എങ്ങനെയാണ് വഴി നടത്തുന്നറിയാവോ? നീ നനഞ്ഞ തോട്ടം പോലെയും വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ഇരിക്കും എന്ന് പറഞ്ഞാൽ, സീസൺ ഇല്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക്, എന്നും ദൈവികമായ സമാധാനം, എന്നും ദൈവികമായ സന്തോഷത്തിലേക്ക് അവൻ നമ്മെ വഴി നടത്താൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, മനുഷ്യന് വഴി തെറ്റാം, ദൈവത്തിന് വഴി തെറ്റുകയില്ല. ദൈവത്തിന് വഴി കൃത്യമാണ് പ്രിയരെ. രണ്ടാമത്തത്, മനുഷ്യൻ ഉറപ്പിച്ച സമയം മനുഷ്യന് തെറ്റാം, എന്നാൽ ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്. തക്ക സമയത്താണ് ദൈവം വഴി തുറക്കുന്നത്. നമുക്ക് വേഗത്തിൽ വാക്യത്തിലേക്ക് വരാം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകൾക്ക് താണിരിക്കുവിൻ. ഈ വാക്യം നമ്മോട് സംസാരിക്കുന്ന പത്രോസിലൂടെയാണ്. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ നോക്കിയാൽ താൻ കരമടയ്ക്കാനില്ലാതെ ഭാരപ്പെട്ട് തൻ്റെ സമയം തെറ്റിപ്പോകുമെന്ന് ചിന്തിച്ചതാണ്. പക്ഷേ യേശുവിനെ ആശ്രയിച്ചപ്പോൾ മീൻ്റെ വായിൽ നിന്ന് ചതുർധർമ്മ പണം കരുതിക്കൊണ്ട് കരമടയ്ക്കുവാനുള്ള വഴി തുറന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ, തക്ക സമയത്ത് വഴി തുറക്കുന്ന ദൈവം. ഒന്നുകൂടെ ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത ചിന്തയിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയും ആയിത്തീരും, യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീർഘമായി നിവർത്തിക്കും. ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചാൽ യഹോവയായ ദൈവം തക്ക സമയത്ത് ശീർഘമായി അത് നിവർത്തിക്കുമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സമയം തെറ്റത്തില്ല പ്രിയരെ. ദൈവത്തിൻ്റെ കാര്യം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എങ്കിൽ മൂന്നാമത്തെ ചിന്ത വേഗത്തിൽ വരികയാണ്. മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാം, ദൈവത്തിൻ്റെ കണക്കൂട്ടൽ കൃത്യമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. കനാവിലെ കല്യാണ വീട് നമുക്ക് വേഗത്തിലൊന്ന് ചിന്തിക്കാം. കനാവിലെ കല്യാണ വീട്ടിൽ 3-ാമത്തെ ദിവസം വീഞ്ഞ് അവസാനിക്കുകയാണ്. സാധാരണ നമുക്കെല്ലാവർക്കും കല്യാണ വീടുകൾ പരിചയമാണ്. പല മാസങ്ങളായി, പല ദിവസങ്ങളായി തീരുമാനിച്ച്, ഹല്ലേലൂയ, ആ പാചകക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് ഇത്ര ആൾക്കാർ വരും, ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുള്ളത് ഉറപ്പിച്ച് അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം മുൻപേ ബുക്ക് ചെയ്ത് വലിയ ഒരുക്കത്തോടാണ് ഓരോ കല്യാണ വീടുകളും തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വീഞ്ഞ് അവസാനിച്ചു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം നിൽക്കാൻ പോവുകയാണ്. ആ നിലയിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ കണക്കൂട്ടലുകൾ അവിടെ അവസാനിക്കുകയാണ്. അമ്മ മറിയം വന്ന് യേശുവിനോട് പറയാണ്, ഇവിടെ വീഞ്ഞ് അവസാനിച്ചു, ഇവിടെ എല്ലാം തീരാൻ പോവുകയാണ്. പക്ഷേ യേശു കർത്താവ് പച്ചവെള്ളം കൊണ്ട് വീഞ്ഞിനെ ഉളവാക്കിയതായി കാണുകയാണ്. എന്നെ കേൾക്കുന്നവരെ, മനുഷ്യന്റെ കണക്കൂട്ടലുകൾ തെറ്റാം, ദൈവത്തിന്റെ കണക്കൂട്ടൽ തെറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിൽ വീഞ്ഞുണ്ടാക്കിയ ആ വീഞ്ഞിനെ വിരുന്ന് വഴി പറയാണ്, ഇതേപോലൊരു വീഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. ഇത്രയും നല്ല വീഞ്ഞ് എവിടെയാണ് നിങ്ങൾ കരുതി വെച്ചിരുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറാകണം. ഒന്നുകൂടെ ശ്രദ്ധിക്കാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മാർത്ത യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് പറയുകയാണ്, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
ഒരിക്കലും എൻ്റെ സഹോദരൻ മരിക്കത്തില്ല എന്നൊരു കണക്കൂട്ടലാണ്. അതേ നിലയിൽ തന്നെ 4-ാമത്തെ ദിവസം കല്ലറ അടുക്കൽ ചെല്ലുമ്പോൾ ഇതേ മാർത്ത പറയാണ്, കർത്താവെ 4 ദിവസമായി നാറ്റം വെച്ചിരിക്കും. മാർത്ത വലിയ കണക്കൂട്ടിലാണ് പറയുന്നത്, നാറ്റം വെച്ച് കഴിഞ്ഞു. കാരണം ലോകപ്രകാരം കണക്കൂട്ടിയാൽ 4-ാമത്തെ ദിവസം ഹല്ലേലൂയ അത് നാറ്റം വെച്ച അനുഭവത്തിലേക്കാണ് വരുന്നത്. പക്ഷേ യേശു പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പറയണം, മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാം, ദൈവത്തിൻ്റെ കണക്കൂട്ടൽ തെറ്റുകയില്ല. കൃത്യമാണത്. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിച്ച ചിന്ത എന്തിനു വേണ്ടിയാണ് ദൈവത്തെ മനുഷ്യൻ ആശ്രയിക്കേണ്ടത്? മനുഷ്യന് വഴി തെറ്റാം, ദൈവത്തിൻ്റെ വഴി കൃത്യമാണ്. മനുഷ്യന് സമയം തെറ്റാം, ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾ തെറ്റാം, ദൈവത്തിൻ്റെ കണക്കൂട്ടൽ കൃത്യമാണ്. നമ്മൾ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാമെങ്കിൽ ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം കാണാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഓരോ ദൈവമക്കളും ഇന്ന് പല മേഖലകളിൽ, അല്ലെങ്കിൽ കുടുംബജീവിതം, ജോലി മേഖല, അല്ലെ പലതും തിരഞ്ഞെടുത്ത പല വഴികളും തെറ്റായി എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ചിലവരെ മടക്കി വരുത്താൻ പോകുന്നു. ചിലവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലുകൾ സംഭവിച്ചതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ ഈ ലിങ്കുകൾ നിങ്ങൾക്കറിയാവുന്ന ചിലവർക്കും കൂടെ വാട്സാപ്പിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ മെസ്സേജ് അയക്കണം, എനിക്കത് അനുഗ്രഹമാണ്, നിങ്ങൾ കൂടെ ശ്രദ്ധിക്കണമേ. നിങ്ങൾ നിമിത്തം അനേകരും കൂടെ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ കൂടെ ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നേരിട്ട് കാണുകയും വിളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പ്രിയരെ, കർത്താവ് നമ്മളെ വലുതിലേക്കാണ് നടത്തുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഒരു ആരാധനയിലേക്ക് നിങ്ങൾ വിളിച്ചുകൊണ്ട് കടന്നു പറയുന്നത് ഓർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാ നിലയിലും കർത്താവ് മാനിക്കട്ടെ. അതേപോലെ ഒരു ഗുഡ് ന്യൂസ്, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ പങ്കെടുക്കാൻ പറ്റും. നേരിട്ട് പ്രാർത്ഥന വിഷയം പറയാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ തന്നെ സൂം ഐഡിക്ക് വേണ്ടി വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാ നിലയിലും മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.